ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ഒരു ആപ്പ് അതായത് നമ്മളെല്ലാവരും പല ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പഠിച്ച് കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാനിരിക്കുമായിരിക്കും. അപ്പം ഒരു റെസ്യൂമേ ഉണ്ടാക്കാൻ എന്ത് പാടാണെന്ന് നിങ്ങൾ അറിയാമല്ലേ. അപ്പോൾ നിങ്ങൾ റെസ്യൂമേ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കഫേ ആയിട്ട് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേർഡിൽ കുറേ സമയമെടുത്ത് ആയിരിക്കാം ചിലപ്പോൾ ഒരു റെസ്യൂമേ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു റെസ്യൂമേ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതാണ് ആ ഒരു കിടിലൻ ആപ്പ് നോക്കാം. അപ്പോൾ ഇത് ഈ ആപ്പിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ എനിക്ക് വേണ്ടി റെസ്യൂമേ ഉണ്ടാക്കിയ ആപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ. അപ്പം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ്, കുറേ പ്ലേ സ്റ്റോറിലൊക്കെ കിടന്ന് തപ്പിയിട്ടാണ് ഈ ഒരു ആപ്പ് കണ്ടുപിടിച്ചത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാബിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെക്കോർഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ഫീച്ചേഴ്സിലൊക്കെ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സാധനമാണ് റെസ്യൂമേ ബിൽഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ആപ്പ് ഇങ്ങനെ മാത്രം എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്യൂമേ ബിൽഡർ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്തു. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ തന്നെ വരുന്നത്. അതിന് മുമ്പ് കുറേ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴത്തായിട്ട് കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഓപ്ഷൻസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പക്ഷേ ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക. പേര് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചെകുത്താൻ എന്ന് അടിച്ചു കൊടുക്കാം. ചെകുത്താൻ എന്ന് അടിച്ചു കൊടുത്തു. അഡ്രസ്സ് ഇപ്പോൾ അടിച്ചു കൊടുക്കും. ഏതെങ്കിലും അഡ്രസ്സ് UK എന്നാ നിങ്ങളുടെ ശരിക്കുള്ള അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്രതീക്ഷിതമായിട്ട് വളരെ സാഹചര്യങ്ങളുടെ സമ്പർക്കം മുന്നേ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും ആദ്യം തൊട്ടല്ല, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതാ ഓൾറെഡി നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അധോലോകം നമ്മൾ നൈസായിട്ട് പേരൊന്നും മാറ്റിയിട്ട് അധോലോകം എന്നാക്കി. അപ്പോൾ അത് ഒന്നാമത്തെ സംഭവം നമ്മൾ ഫിനിഷ് ചെയ്തു. സോ ഇനി രണ്ടാമത്തെ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ 10th എൻ്റർ ചെയ്യേണ്ടത്. അതായത് സെക്കൻഡറി സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ. കിട്ടിയ ഗ്രേഡ് അല്ലെങ്കിൽ സ്കോർ. ഗ്രേഡ് ആണെങ്കിൽ ഗ്രേഡിൽ ഇതപ്പം 10ലാണെങ്കിൽ 7.5 എന്ന് അങ്ങനെയൊക്കെ ഇടാം. പെർസെൻറ്റേജിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ പെർസെൻറ്റേജിൽ എൻ്റർ ചെയ്യുക. 99.47% ഇരിക്കട്ടെ, ഇതിലെങ്കിലും വലിയ മാർക്ക് ഇരിക്കട്ടെ. ഏത് വർഷമാണ് പാസ് ഔട്ട് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർഷം ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക. 2000 നമ്മൾ 1900 എത്ര 2015 എടുക്കട്ടെ, 2015. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എഡ്യൂക്കേഷൻ ആഡ് ചെയ്തു, നമ്മുടെ SSLC നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ എഡ്യൂക്കേഷനായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് +2 ആണ്. അപ്പോൾ ഹയർ സെക്കൻഡറി. ഓക്കെ, അപ്പോൾ ഹയർ സെക്കൻഡറി എൻ്റർ ചെയ്യുക. +2 ആണ് പഠിച്ചെങ്കിൽ +2ൻ്റെ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസൊക്കെ അതല്ല നിങ്ങൾ 10 കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിനൊക്കെ പോയെങ്കിൽ അതും എൻ്റർ ചെയ്യാവുന്നതാണ്. ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് വെച്ചാൽ അതും എൻ്റർ ചെയ്യുക. XYZ നമ്മൾ ചുമ്മാ പേരിന് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്കൊരു 99.87 ഇടാം. 2017 അത് നമ്മൾ ആഡ് കൊടുത്തു. അതിനുശേഷം അടുത്ത നമ്മൾ ആഡ് ചെയ്തു. അടുത്തത് നമ്മൾ കോളേജാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. കോളേജ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഇടുക, BCom ആണെങ്കിൽ BCom ഇടുക. ഞാൻ BCom ആണ്, അതുകൊണ്ട് BCom തന്നെ കൊടുത്തേക്കാം. ചുമ്മാ ഇരിക്കട്ടെ. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. പിന്നെ യൂണിവേഴ്സിറ്റി നമ്മുടെ MG യൂണിവേഴ്സിറ്റി, UNIVER SITY യൂണിവേഴ്സിറ്റി, SITV. ഗ്രേഡ് ഇപ്പം CGPA അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ഗ്രേഡ് ഇവിടെ കൊടുക്കാം. ഞാൻ തൽക്കാലം പെർസെൻറ്റേജ് തന്നെ കൊടുത്തേക്കട്ടെ. പെർസെൻറ്റേജിലൊരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് 95 ആക്കിയേക്കാം. ഇതിൽ കുറച്ച് കുറയ്ക്കട്ടെ, കുറച്ച് ജാട കുറയ്ക്കാം. 95% ആക്കി. ഇയർ 2020 കൊടുത്തേക്കാം. 2020. ഓക്കെ, 2020 അതും കൊടുത്തു. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്തു. ദെൻ സോറി ഗൈസ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ആഡ് ചെയ്തു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, അതായത് നിങ്ങളുടെ റെസ്യൂമിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം.
ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിൽ പ്ലസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോറി ഗൈസ്, നമ്മൾ ഈ ഒരു റീഅറേഞ്ച് ഹെഡിങ്സിൽ ഈ ഒരു പെൻസിലുണ്ടല്ലോ, ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടൈറ്റിലിൻ്റെ പേര് മാറ്റി എക്സ്പീരിയൻസ് എന്ന് മാറ്റി വേറെ ഏതെങ്കിലും കൊടുക്കാവുന്നതാണ്. സോ എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ വെക്കുന്നില്ല. സ്കിൽസ്, നിങ്ങളുടെ സ്കിൽസ് എന്ത് സ്കിൽസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്കിൽസൊക്കെ എൻ്റർ ചെയ്യുക. സ്കിൽസ് പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കാം, POSITI പോസിറ്റീവ്, ഇതൊക്കെ ചുമ്മാ എല്ലാവരും റെസ്യൂമേൽ വയ്ക്കാൻ കേട്ടോ. പോസിറ്റീവ് തിങ്കിങ്, പിന്നെ എന്തുട്ടാ അഡാപ്റ്റീവ് ടു ചേഞ്ച്, ഇങ്ങനെ നിങ്ങൾക്കുള്ള സ്കിൽസൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവ്സ് നമ്മളിപ്പം ഓരോ ജോലിക്ക് കയറുമ്പോഴും അല്ലെങ്കിൽ ഓരോ ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റീവ്സ് ഇതിൻ്റെ അകത്ത് നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ലോഡ് കണക്കിന് ഒബ്ജക്റ്റീവ്സാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഓരോ ചുമ്മാ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ അത് സെലക്ട് ചെയ്തു. പിന്നെ റെഫറൻസ്, നിങ്ങളുടെ ഏതെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് റെഫറൻസ് നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങളെങ്ങനെ പെർഫോം ചെയ്യും, നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നൊക്കെ അറിയാൻ വേണ്ടി ആരെങ്കിലും റെഫറൻസ് വെക്കണമെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. XYZ അവർ ഏത് പൊസിഷനിലാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ്, അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഇമെയിൽ, ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കുക. 9521483222 ആരുടെ നമ്പറാണ് അതും കൊടുത്തു. ഓക്കെ, റെഫറൻസും കഴിഞ്ഞു. ഇനി പ്രോജക്റ്റ്, നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുക. ചുമ്മാ കൊടുത്താട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുക. ഇതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സെക്ഷൻസ് വേണമെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എന്ന് കൊടുക്കണം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണ്. അപ്പോൾ അതേ മലയാളം MA LAYALAM മലയാളം അത് ആഡ് ചെയ്തു. ഇംഗ്ലീഷ് ENGLISH ഇംഗ്ലീഷ്. ഹിന്ദിയോ തമിഴോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാതൊക്കെ കൊടുക്കുക. TAMIL തമിഴ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെക്ഷൻസ് വേണമെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ്, നിങ്ങൾക്ക് പഠിച്ച സമയത്ത് കിട്ടിയ അവാർഡ്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇതിൽ തന്നെ എൻ്റർ ചെയ്യാവുന്നതാണ്. സിഗ്നേച്ചർ ഇവിടെ നമുക്ക് സിഗ്നേച്ചറും ഇട്ട് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ. ഓക്കെ, നമ്മളത് സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി മേളിൽ കാണുന്ന വ്യൂ CV എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒരു 12 ഫോർമാറ്റിലുള്ള CVs നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡാർക്ക് മോഡിൽ കിടക്കണോണ്ടാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. ഞാൻ ഡാർക്ക് മോഡ് ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഡാർക്ക് മോഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത CV ഇവിടെ വന്നു. ഇതിൻ്റെ തീം വേണമെങ്കിൽ നമുക്ക് മാറ്റാം, ബ്ലൂ ആക്കാം. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്കൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഇനി അതല്ല ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത ടെംപ്ലേറ്റ് ഇതിൻ്റെ തീം നമുക്ക് മാറ്റാം, ബ്ലൂ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം. മേബി ലേറ്റർ വീണ്ടും അടുത്ത ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത ടെംപ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് എടുത്ത് നമുക്ക് സെലക്ട് ചെയ്യുക. ഏകദേശം 12ഓളം രീതിയിൽ അതിന് തന്നെ ഇഷ്ടംപോലെ തീംസോടുകൂടി നമുക്കിത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ബാക്ക് കൊടുക്കുക. മേബി ലേറ്റർ സോറി. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്കിത് ഇനി PDF ആക്കണം. സോറി ഗായ്സ്. അപ്പോൾ നമുക്കിത് ഇനി നേരെ പ്രിൻറ്റ് കൊടുക്കണമെങ്കിൽ പ്രിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. എക്സ്പോർട്ട് ടു PDF നമ്മൾ കൊടുക്കുകയാണ്. വ്യൂ ഡൗൺലോഡ്സ് ഇവിടെ PDF ആയിട്ട് ഇത് ഓൾറെഡി സേവ് ചെയ്യാനുണ്ടാവും. നമുക്കിത് PDF കണ്ട PDF ആയിട്ട് നമ്മുടെ റെസ്യൂമെ ഇപ്പോൾ നമുക്ക് കിട്ടിയ സിഗ്നേച്ചർ ഉൾപ്പെടെയാണ് വന്നിട്ട് നമ്മളിട്ട സിഗ്നേച്ചർ അവിടെ വന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റെസ്യൂമെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്താൽ ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചെയ്താൽ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും പുതിയ കാണാതായിരിക്കും. ഇറ്റ്സ് മീ പോൾ സൈനിങ് ഓഫ്.